ഹായ്, ഞാനും എൻ്റെ ഓർത്തഡോണ്ടിക് ജേർണി സ്റ്റാർട്ട് ചെയ്തു. സോ ഐ വോണ്ട് ടു സ്പീക്ക് അബൌട്ട് ദ ഓർത്തഡോണ്ടിക്സ് അല്ലെങ്കിൽ ബ്രേസസിനെ പറ്റി ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഡെൻറ്റിസ്ട്രിയിൽ 9 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് ഓർത്തഡോണ്ടിക്സ് ആൻഡ് ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്ന് പറയുന്ന വിഭാഗം. ഇതിൽ BDS ശേഷം 3 വർഷം ഒരു ആൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴാണ് ഓർത്തഡോണ്ടിസ്റ്റ് ആയിട്ട് മാറുന്നത്. എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ടീത്തിൻ്റെ അലൈൻമെൻറ്റ് മാത്രമല്ല, നമ്മുടെ ജോയിൽ വരുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജോസ് എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലുകളുടെ ഗ്രോത്തിനെ പറ്റി പഠിക്കുകയും അതിലുണ്ടാവുന്ന അസിമെട്രീസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും പ്രിവെൻറ്റീവായിട്ടുള്ളതൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന ഒരു വിഭാഗമാണ് ഓർത്തഡോണ്ടിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞാൽ ജെനുവിൻലി ഒരു 3 വർഷത്തെ ഒരു എക്സ്റ്റെൻസീവായിട്ട് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് തന്നെ പഠിച്ചിട്ടാണ് ഒരു ഓർത്തഡോണ്ടിസ്റ്റായിട്ട് ഓരോ ഡോക്ടറും മാറുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമുക്കിപ്പോൾ TMJ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് എന്ന് പറഞ്ഞാൽ മുച്ചുണ്ടൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. പിന്നെ പല്ലുകളുടെ അലൈൻമെൻറ്റിൻ്റെ കറക്ഷൻ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ടോട്ടലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടെക്നോളജിയും ബയോമെക്കാനിക്സും എല്ലാത്തിനെ പറ്റി ഒരു എക്സ്റ്റെൻസീവായിട്ട് സ്റ്റഡി നടക്കുന്ന ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡെഫിനറ്റീവായിട്ട് നിങ്ങൾ ഒരു ക്ലിനിക്കിൽ ചെല്ലുകയും ഒരു കൺസൾട്ടൻ്റായിട്ടുള്ള ഓർത്തഡോണ്ടിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിഷ്യൽ. താങ്ക് യു.